ഇവരെ കണ്ടവരുണ്ടോ? സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ആരെങ്കിലും പറയുമ്പോൾ ഒരുതരം വൈക്ലഭ്യം തോന്നുകയും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്ന ഉൾവിളി തോന്നുകയും ചെയ്യുമ്പോഴാണ് മണ്ഡലം മാറൽ എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്. ഈ അവസ്ഥയെ MM എന്ന് പറയും. കാരണം MM ഹസനാണ് ഈ പ്രതിഭാസത്തിൻ്റെ ഉപജ്ഞാതാവ്. ഒരു മണ്ഡലത്തിൽ ഒരു പ്രാവശ്യം നിന്നാൽ പിന്നെ അടുത്ത തവണ ആ വഴി അദ്ദേഹം പോകില്ലത്രേ. അവരെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് ചതുർത്ഥിയാണത്രേ. അങ്ങനെയാണ് ഈ പ്രതിഭാസത്തിന് MM അഥവാ മണ്ഡലം മാറൽ എന്ന പേര് വന്നത്. പിന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ പ്രതിഭാസം ആയുഷ്കാലം നിൽക്കുന്ന പ്രതിഭാസമല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ ഇത് കലശലായി വോട്ടെണ്ണലോടെ പര്യവസാനിക്കുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമായതിനാൽ ഇതിന് ചികിത്സയുടെ ആവശ്യമില്ല. വോട്ടർമാരുടെ ചൂണ്ടുവരലാണ് ഇതിനുള്ള ഒറ്റമൂലി. മണ്ഡലം മാറികളുടെ സംസ്ഥാന സമ്മേളനമായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഏറ്റവും ദൂരത്തു നിന്ന് അങ്ങ് താമരശ്ശേരി ചുരം കയറി വന്നു നിന്നത് രാഹുൽ ഗാന്ധിയും പിന്നെ ആനി രാജയുമായിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥികളെക്കാളും മുന്നിൽ വയനാട്ടിൽ ഇറങ്ങിയത് ആനകളായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ആനയുമില്ല, അറ്റാക്കുമില്ല, ഒരു അണ്ണാനുമില്ല. ഈ ആനയൊക്കെ ഇതൊക്കെ എങ്ങനെ അറിയുന്നോ എന്തോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊരു പുകിലായിരുന്നു. മണ്ഡലം മാറികൾ മാറി നിന്ന മണ്ഡലത്തിൽ കിടന്ന് കുത്തിമറിയുകയായിരുന്നു. ഇതിൽ പ്രമുഖൻ സുരേഷ് ഗോപിയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൂടും കുടുക്കയുമായി തൃശ്ശൂർ പൊക്കുവാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും ആദ്യ അറ്റംപ്റ്റിൽ തൃശ്ശൂർ അങ്ങനെ എളുപ്പത്തിലൊന്നും പൊങ്ങില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കഴിഞ്ഞ 2-3 വർഷം അവിടെ ഒരു വാടക വീടെടുത്ത് കിടന്ന് പൊക്കാൻ പരിശ്രമമായിരുന്നു. ഇത്തവണ പൊങ്ങുമോ ആവോ? പൊങ്ങിയാൽ മതിയായിരുന്നു. പാപം എന്തൊക്കെ പണികളാണ് കാട്ടിക്കൂട്ടിയത്. കരിവന്നൂർ കള്ളന്മാരെ അകത്താക്കുമെന്ന് പറഞ്ഞ് പദയാത്ര നടത്തിയെങ്കിലും സുരേഷ് ഗോപിയുടെ മൂക്കിലൂടെയും വായിലൂടെയും നുരയും പതയും വന്നതല്ലാതെ ഒരു പുട്ടും അവിടെ സംഭവിച്ചില്ല. പിന്നെ അങ്ങോട്ട് എന്തൊക്കെ പുകിലായിരുന്നു. മകളുടെ കല്യാണം തൃശ്ശൂരിൽ നടത്തി പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു. മാതാവിന് മുക്കുപണ്ടം കിരീടം കൊടുക്കുന്നു. ഓശാന പെരുന്നാൾ കൂടുന്നു. തൃശ്ശൂർ പൂരത്തിന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. നോമ്പ് കഞ്ഞി കുടിച്ചത് പോരാഞ്ഞ് പാത്രം വരെയൊക്കെ കഴുകി കുടിക്കുന്നു. മൂക്കളെ ഒലിപ്പിച്ച് നിൽക്കുന്ന കുട്ടികളെ പോലും എടുത്ത് ഉമ്മ വെക്കുന്നു. വിശ്വാസ സംരക്ഷണത്തിന്റെ മൊത്തം കുത്തകയും ഏറ്റെടുത്ത് കഠിനമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു. ഹോ, എന്തൊക്കെയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ ഒരു തൊടിന്യായവും പറഞ്ഞ് കൂടും കുടുക്കയും എടുത്ത് സുരേഷ് ഗോപി എങ്ങോട്ടോ പോയി. ഇപ്പോ SGയുടെ യാതൊരു അനക്കവുമില്ല. അങ്ങനെ മുങ്ങിയൊന്നും പോകില്ല. എങ്ങനെയെങ്കിലും പൊങ്ങി വരും. വരുന്ന 4-ാം തീയതി തൃശ്ശൂരിൽ എവിടെയെങ്കിലും പമ്മയിരുന്ന് റിസൾട്ട് കാണും. ജയിച്ചാൽ ചവിട്ടിക്കുലുക്കി ഭരചന്ദ്രനായി വരും. അല്ലെങ്കിൽ അമേരിക്കയിൽ എവിടെയോ ഷൂട്ടിങ്ങിന് പോയി അടുത്ത കാലത്തൊന്നും തിരികെ വരില്ല, ലോങ് ലീവ് എടുത്ത് മോദിജിയോട് അനുഗ്രഹവും മേടിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞു കളയും. ഇത്തവണ തൃശ്ശൂരുകാർ തൃശ്ശൂർ പൊക്കാൻ കൊടുത്തില്ലെങ്കിൽ ഈ പുല്ലുകളിക്ക് ഇനി സുരേഷ് ഗോപി ഇല്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൂടി കാണിച്ചേക്കാൻ പറയുകയുണ്ടായി. അതുപോലെ കർണാടകത്തിൽ നിന്നും തിരുവനന്തപുരം പൊക്കാൻ വേറൊരു നായരും വന്നിരുന്നു, രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പണമൊഴുക്കിയത് തലസ്ഥാനത്തിലാണ്. വോട്ട് മുതലാളി തീരദേശ മേഖലയിൽ തൻ്റെ ചങ്കിനെ ജയിപ്പിച്ച് കയറ്റുവാൻ ചില്ലറ കാശൊന്നുമല്ല പൊട്ടിച്ചത്. കൂടെ നിൽക്കുന്ന കോൺഗ്രസ്സുകാർ വലിപ്പിച്ചാലും തീരദേശ നിവാസികൾ തരൂരിനൊപ്പമാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞാണ് തീരദേശത്ത് ഇത്തവണ കള്ളും കാശും ഒഴുക്കിയത്. അധികം വീർത്തിട്ടില്ലാത്ത തൻ്റെ ശരീരം പറ്റാവുന്നത്ര വീർപ്പിച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖറും തലസ്ഥാനം വിട്ടത്. രാജീവും വോട്ട് വെട്ടയിൽ വീണ ആ ദിവസം തന്നെ വണ്ടി കയറി. അവലോകനത്തിന് പോലും നിന്നില്ല. തീരദേശത്തെ മിടുക്കന്മാർ കാശ് മേടിച്ച് തരൂരിന് വോട്ട് ചെയ്തു എന്നാണ് വിവരം. സത്യമാണോ എന്നറിയുവാൻ 4-ാം തീയതി വരെ കാത്തിരിക്കാം. അതുപോലെ അനിലാനണി വിക്കി അണച്ച് പത്തനംതിട്ടയിൽ വെരുകി നടന്നതാണ്. ഇപ്പോൾ പൊടി പോലുമില്ല കണ്ടുപിടിക്കുവാൻ. അതുപോലെ മണ്ഡലം മാറികൾ നിരവധി പേർ ഉണ്ടായിരുന്നു. മുൻമന്ത്രി ശൈലജ, ഷാഫി പറമ്പിൽ, 2 മുരളീധരന്മാർ, തോമസ് ഐസക്, നടൻ കൃഷ്ണകുമാർ, ശോഭാ സുരേന്ദ്രൻ എന്നു വേണ്ട. വയനാട്ടിൽ ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരെ നിന്ന് ഡൽഹിയിൽ പോയി ആം ആദ്മിക്ക് വോട്ട് ചെയ്തു. പോരെ. പക്ഷേ മണ്ഡലം മാറിയ ഡബിളം സ്ഥാനാർത്ഥികളെല്ലാവരും വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഉറപ്പായും അവരെല്ലാം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. വിജയെ പ്രഖ്യാപിക്കും വരെ അവർ ഈ മുടിഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. പിന്നെ
ഇവരെ രക്ഷിക്കുന്ന ചില വാക്കുകൾ മലയാളത്തിൽ ഉള്ളതുകൊണ്ട് അട്ടിമറി, അടിയൊഴുക്ക്, വോട്ട് മാറി, ക്ലൂ സഖ്യം ഇതെല്ലാം എടുത്ത് അസ്ഥാനത്ത് പ്രയോഗിച്ച് വിധി വരുമ്പോൾ പല്ലി വാല് മുറിച്ച് രക്ഷയിടുന്ന പോലെ ഇവറ്റകൾ രക്ഷപ്പെട്ട് കളയും. അപ്പോഴും തോൽക്കുവാൻ വോട്ടർമാരുടെ ജന്മം ബാക്കി. പിന്നെ ഒരു കാര്യം, നമ്മുടെ ദൈവങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികൾ പല പല നേർച്ച കാഴ്ചകളുടെ ഓഫർ കൊടുത്ത് ദൈവങ്ങളെ വല്ലാതെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണ കൊടിമരം, പൊന്നുകൊണ്ട് തുലാഭാരം, പട്ടുകോണകം, പാൽക്കുളി, തേൻകുളി, നെയ്ക്കുളി, മന്ത്രിച്ച ബിരിയാണി, ആട്ടൻകുരുതി എന്ന് വേണ്ട വമ്പൻ നേർച്ചകളാണ് അവർ നേർന്നിരിക്കുന്നത്. ദൈവങ്ങളാകെ കൺഫ്യൂഷനിലാണ്. ആരുടെ ഓഫർ സ്വീകരിച്ച് ആരെ ജയിപ്പിക്കണം എന്ന കൺഫ്യൂഷനിലാണ് നമ്മുടെ ദൈവങ്ങൾ. അതുകൊണ്ട് സമയം കിട്ടിയാൽ പാവം ദൈവങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെറുതായി പ്രാർത്ഥിക്കണം, അവർക്കൊരു നല്ല തീരുമാനമെടുക്കാൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊന്ന് ചെറുതായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.